ഹായ് ഗായ്സ്, അപ്പം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പം നമ്മൾ ഇന്ന് വണ്ടർലേ പോവാണ്. അപ്പം അമ്മ കുറച്ച് ദിവസമായിട്ട് പറയുന്നത് നമുക്ക് വണ്ടർലേ പോവാം അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ വണ്ടർലേ പോയിരിക്കുന്നു ഗായ്സ്. അപ്പം ഒരു സൺഡേ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൺഡേ തന്നെ പോയി. അപ്പോൾ ചേച്ചിയും ചേട്ടനും ഒക്കെ അങ്ങ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തിയേ. അപ്പം ഇവിടെ പോണ വഴിയൊക്കെ ചെടികൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഇതിങ്ങനെ കുലയ്ക്കുന്നില്ലല്ലോ എന്ന് പറയായിരുന്നു കേട്ടോ വണ്ടിയിലിരുന്ന്. പൂ കാണാനായിട്ട് നല്ല രസമാണ്, പക്ഷേ കുലയ്ക്കണമെങ്കിൽ ഭയങ്കര ഒരു സമയം എടുക്കും അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ വണ്ടർലായിലെത്തിട്ടോ. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പൻ തിരക്കായിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫാസ്റ്റ് ട്രാക്ക് എടുക്കുന്നോ എന്ന് ചോദിച്ചൊരു ചേട്ടൻ നമ്മളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫാസ്റ്റ് ട്രാക്ക് വേണ്ട, ഫാസ്റ്റ് ട്രാക്ക് എടുക്കാൻ നമുക്ക് എക്സ്ട്രാ ഒരാൾക്ക് 1000 രൂപ 1080 എത്ര രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടായിരുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളത് എടുത്തില്ല. അപ്പോൾ നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ ഈ ചേട്ടൻ നമ്മളെ അടുത്ത് സംസാരിച്ച് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നമ്മളെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു. അപ്പം ഭയങ്കര തിരക്കാട്ടോ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മളെ കയറ്റി വിട്ടത്. അങ്ങനെ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ഒന്നും എടുത്തില്ല. ഫാസ്റ്റ് ട്രാക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറാം, അതാണ് അതിൻ്റെ പ്രത്യേകത. വേറൊരു ക്യൂ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ വണ്ടർലാൻ്റെ അകത്തേക്ക് പോവാട്ടോ. അപ്പം പോണ വഴി പാവകളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇനി തൊട്ട് വീഡിയോസ് പിന്നെ ഇനി അങ്ങോട്ട് എടുക്കുന്നത് എല്ലാം അച്ഛനായിരുന്നു കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഫോണെല്ലാം ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും റൈഡ്സിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റൈഡിലോട്ട് പോണത് തന്നെ ടാസ്ക് ആയിട്ടാട്ടോ പോകുന്നത്. ഞങ്ങൾ നേരെയുള്ള വഴി പോയില്ല. ഞങ്ങളിതേ കയറിലൊക്കെ തൂങ്ങിയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ വഴിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ എങ്ങാട് തിരിയണമെന്ന് തന്നെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കി അപ്പോൾ ഒരു ചേട്ടൻ അങ്ങടേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വഴിയൊക്കെ കാണിച്ച് തന്ന് ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ കണ്ണ് തെല്ലിതേയും ഇതിനകത്തൊക്കെ കയറണമല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എത്ര പേടിച്ചാലും റോളർ സ്കേറ്റിങ് ഞാൻ കയറുമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അച്ഛനൊഴിച്ച് എല്ലാവരും കയറി കേട്ടോ ഗൈസ്. എൻ്റെ പൊന്നെ, എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഇതിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചത്തില്ല ഗൈസ്, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ എന്താ പറയണത് എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ടാസ്കിനായി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റേ. മൂഞ്ചി ഇവിടെ ഒന്നുമില്ല, ഇവിടെ പൂളില്ല, ഇവിടെ വേവില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവൻ പറയുന്നത് വെച്ചാൽ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് വലിയ സ്വിമ്മിംഗ് പൂളായിരുന്നു, പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് അവൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ക്യൂ നിന്നത് ഇതിലായിരുന്നു കേട്ടോ ഗൈസ്. എൻ്റെ പൊന്നെ, ഇതിൽ ചേട്ടനും ചേച്ചിയും കയറിയില്ല. ഞങ്ങൾ രണ്ടും മാത്രമേ കയറിയുള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പിന്നെ എന്ത് ഉണ്ടെങ്കിലും നമ്മൾ കയറും. എൻ്റെ പൊന്നെ, ഇതിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ. എല്ലാ റൈഡിലും കയറിയെന്ന് വെച്ചാൽ നമ്മൾ എൻജോയ് ചെയ്യാനാണല്ലോ വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല, പേടിച്ചാലും കയറിയേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിലും കയറി ഗൈസ്. അങ്ങനെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. എനിക്ക് എന്ന് വെച്ചാൽ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉള്ളപ്പോഴേ വീഡിയോ എടുത്തുള്ളൂ, അത്ര എനിക്ക് പറയാറുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആനയെ കണ്ടു കേട്ടോ. ആന ഇങ്ങനെ വെള്ളം ചീറ്റുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ റൈഡ്സിലൊക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ നല്ല രീതിയിൽ വിശന്നു. അപ്പം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ആൾക്ക് ഫ്രീയും പിന്നെ 2 ബിരിയാണി ഫ്രീ ആയിരുന്നു. അങ്ങനെ എന്തോ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വൻ സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഇത് കയറാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു 7 മണി വരെ ഉണ്ട്, ബാക്കിയെല്ലാം 6 മണിക്ക് അടയ്ക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇത് ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതേ ഗൈസ്, ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പ്ലാനായിരുന്നു കേട്ടോ. റൈഡ്സിലെല്ലാം കയറി കഴിഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ വെള്ളത്തിലോട്ടോ. അപ്പം വേവ് പൂളിലാട്ടോ. ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വീണ്ടും പറയുന്നത്, വെള്ളത്തിലിറങ്ങിയ ഒരു സാധനം വീഡിയോ എടുത്തിട്ടില്ല, ഇത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അച്ഛൻ താഴെ ഇരിക്കായിരുന്നു, അച്ഛന് മേളിൽ കയറാൻ വയ്യാത്തതുകൊണ്ട് ഇത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. എനിക്ക് എന്ന് വെച്ചാൽ വേണമെങ്കിൽ എടുക്കായിരുന്നു, പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കായിരുന്നത്.
അപ്പോൾ അതേ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് നല്ല എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ദിവസം. അന്ന് എനിക്കൊന്നും 8 മണി വരെ നല്ല രസമായിരുന്നു. വെള്ളത്തിൽ കിടന്ന് അങ്ങ് ആർമാദിക്കുമായിരുന്നു ഞാനും അമ്മ. കണ്ട അമ്മ അങ്ങോട്ട് തുള്ളിച്ചാടായിരുന്നു ആ വെള്ളത്തിൽ കിടന്ന്. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, അങ്ങോട്ട് തകർത്തു. അത് കഴിഞ്ഞ് ശരത്ത് അച്ഛൻ്റെ നിന്ന് ഫോൺ മേടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരുടെയും വീഡിയോ എടുത്തെന്ന് വെച്ചാൽ ഇത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്കറിയാം. ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ പക്ഷേ മറ്റേ റെയിൻ ഡാൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആണ് ഇതിനകത്ത് കയറിയത് കേട്ടോ. അതിനും നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു 7 മണിയായിരുന്നു തോന്നുന്നു. ഇതേ വരുന്നു ഗൈസ് ഞങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു 7:30-7:45 തോന്നുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ DJ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അങ്ങനെ വീണ്ടും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ചേട്ടനൊക്കെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അത് ഞങ്ങൾ ഞങ്ങൾ നേരെ ഇറങ്ങി. നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റൈഡിൽ കയറിയത് എൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും കൂടെ. അത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു കേട്ടോ. വലിയ ഗുമ്മൊന്നുമില്ല. നല്ലതാണെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടമില്ല. അപ്പോൾ നല്ലതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പം അവിടെ ഒരു ഗുണം ഉണ്ടായില്ല. എന്ന് വെച്ചാൽ അധികം ക്ലാരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ടോ. അങ്ങനെ ഏട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുംഭകോണത്തിലാട്ടോ വന്നത്, ടിഫിൻ കമ്പനിയിൽ. ഇവിടെ ഞാനും ഏട്ടനെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഭക്ഷണം നല്ല രീതിയിൽ ഇഷ്ടമായി. ഇപ്പോൾ പിന്നെ ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ദോശയും ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ വേറെ ഫുഡൊക്കെ ഉണ്ട്. അങ്ങനെ അൽഫാമൊക്കെ വാങ്ങിച്ചത് ഞാൻ എടുത്തില്ല ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ.